ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഒരു വീഡിയോ കാണാനിടയായി ഇൻട്രോവേർട്ട് ആണുങ്ങളെ കല്യാണം കഴിക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്നാണ് ചോദ്യം. ഈ ചോദ്യം ചോദിച്ച മൈരനെക്കുറിച്ച് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം, അല്ലെങ്കിൽ അതിലുള്ള മൈരകളെക്കുറിച്ച് പറയാനുള്ള കാര്യം, ഈ ഇൻട്രോവേർട്ടുകളാവുക എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു അസുഖമാണ് എന്നുള്ള ലെവലിലുള്ള ഒരു 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 വർത്താനായിരുന്നു ആ നാറികൾ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ പറയില്ലേ, വല്ലാണ്ട് അസുഖമുള്ള ഒരാളെ നിങ്ങൾ സ്വീകരിക്കുമോ, അല്ലെങ്കിൽ കള്ളും കഞ്ചാവുമായിട്ട് കിടക്കുന്ന ഒരാളെ നിങ്ങൾ സ്വീകരിക്കുമോ, ഫുള്ളടിച്ച് പൂക്കുറ്റിയായിട്ട് കിടക്കുന്ന ഒരാളെ നിങ്ങൾ സ്വീകരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം. നാട്ടുകാർ പറയാം ഇൻട്രോവേർട്ടുകളെ സ്വീകരിക്കില്ല, അല്ലെങ്കിൽ അത് മോശമാണ്, അങ്ങനെ പലരും അങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്കത് മനസ്സിലായത് ഇൻട്രോവേർട്ടുകളെ കുറിച്ച് ഒരു മിനിമം കോമൺ സെൻസും കൂടി ഇല്ലാണ്ട് സെൻസും കൂടി ഇല്ലാത്ത ആളുകളാണ് അതിലിങ്ങനെ സംസാരിച്ചതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ഇൻട്രോവേർട്ടിൻ്റെ ലെവലിൽ എനിക്കത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഭയങ്കര പ്രശ്നമായിട്ട്, ഭയങ്കര ചില സമയത്ത് തമാശ, ചില സമയത്ത് സങ്കടമായി, ചില സമയത്ത് ദേഷ്യം വന്നു, എന്താ ഈ നാറികൾ ചെയ്യണമെന്നുള്ള സാധനം. അപ്പം നമുക്ക് ഇൻട്രോവേർട്ടുകളെ കുറിച്ച് ഒരു ഏകദേശം ഒരു ധാരണ ആളുകൾക്ക് കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനങ്ങനെ എല്ലാ ഭാഗവും ടച്ച് ചെയ്യണമെന്നില്ല, കുറച്ച് ബേസിക്കായ കുറച്ച് കാര്യങ്ങളിലൂടെ നോക്കാം. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോക്കാം. ഇൻട്രോവേർട്ടുകൾ എന്ന് പറഞ്ഞാൽ അത് ആദ്യം പറയാനുള്ള കാര്യം, ഇതൊരു രോഗമോ അല്ലെങ്കിൽ ഒരു മോശമായ ഒരു സാധനമൊന്നുമല്ല. ലോകത്ത് എക്സ്ട്രോവേർട്ടുകളും ഇൻട്രോവേർട്ടുകളും ഒക്കെ ഉണ്ടായിരിക്കും. എക്സ്ട്രോവേർട്ടുകളുടെ അവസ്ഥ എന്താ വെച്ചാൽ അവർക്ക് ആളുകളുടെ കൂടെ ഇരുന്ന് അല്ലെങ്കിൽ ആളുകളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും അതുപോലെ യാത്ര ചെയ്യാനും ആളുകളുമായിട്ട് വളരെ കോൺഫിഡൻ്റായി സംസാരിക്കാനും ഒക്കെ ഭയങ്കര രസമായിരിക്കും. അവർക്ക് ആ ഒരു ആളുകൾ മൊത്തമുള്ള ഒരു ടൈമൊക്കെ അടിപൊളിയായിരിക്കും. ഇൻട്രോവേർട്ടുകളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അവർക്ക് സോഷ്യൽ ബാറ്ററി കുറച്ച് ലോ ആയിരിക്കും. സോഷ്യൽ ബാറ്ററി ലോ എന്ന് പറയുന്നത് അവർക്ക് കൂടുതലും സമയം ഒറ്റയ്ക്കിരിക്കാനും അങ്ങനെയുള്ള രീതിയിൽ അവർ ഈ ബഹളങ്ങളും കുറേ ആളുകളോട് തുടർച്ചയായി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ഷീണിക്കും. അതൊരു അസുഖമല്ല. ക്ഷീണിക്കുന്ന സെൻസ് നമുക്ക് കംഫർട്ടബിളായ ഒരു സാധനം ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ബിരിയാണി കഴിക്കാൻ ഇഷ്ടം വിചാരിക്കുക, നിങ്ങളെ കൊണ്ട് ഒരാൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ഭക്ഷണം തല്ലി തീറ്റിക്കാന്ന് വിചാരിക്കുക, നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അതുപോലെയാണ് ഇൻട്രോവേർട്ടുകളുടെ അവസ്ഥ. നമുക്ക് ഒരു ദിവസം ഇപ്പോൾ ഒരു റൂമിലൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ ഒരുമിച്ച് ഒറ്റയ്ക്ക് ഇരിക്കണേ കൊണ്ട് ഇൻട്രോവേർട്ടുകൾക്ക് പ്രശ്നമില്ലെങ്കിൽ എക്സ്ട്രോവേർട്ടുകൾക്ക് ഒരുപക്ഷെ ഇത് വിഷയമായിരിക്കും. അവർക്ക് പുറത്തിറങ്ങിയ ആളുകളുമായിട്ട് സംസാരിക്കുക ഇടപഴകുകയൊക്കെ ചെയ്താൽ അവർക്ക് ഒരു സന്തോഷം കിട്ടുന്നുണ്ടായിരിക്കുള്ളൂ. ഇൻട്രോവേർട്ടുകളുടെ ഒരവസ്ഥ എന്താ വെച്ചാൽ അങ്ങനെയല്ല. അവർ അവരുടേതായ ചിന്തകളിൽ അവരുടേതായ കാര്യങ്ങളിലും എന്തെങ്കിലും പഠിച്ചിട്ടോ വായിച്ചിട്ടോ സിനിമ കണ്ടിട്ടോ ആ രീതിയിൽ അവരുടേതായ ജോലി ചെയ്തിട്ടോ അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിൽ അവരെ വല്ലാണ്ട് ബുദ്ധിമുട്ടി കണ്ടിരിക്കുക. ചിലവർ പറയും അവരിങ്ങനെ വീട്ടിലിരിക്കുന്ന സമയം എന്താ വെച്ചാൽ വീട്ടിലിരിക്കണം, വായോ നമുക്ക് അങ്ങോട്ട് പോകും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇൻട്രോവേർട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റൂമിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ച് വെക്കേണ്ട ടീമുകളല്ല. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ വരും. അവർ ഈ പറഞ്ഞ പോലെ യാത്ര ചെയ്യാനും കൂക്കി വിളിക്കാനും DJ പാർട്ടിക്കും പബ്ബിലേക്കും വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഡേറ്റിങ്ങിനൊക്കെ അവർ ചെയ്യും. ഓക്കെ, പക്ഷെ അവർക്ക് അങ്ങനെ എക്സ്ട്രോവേർട്ടുകൾ ചെയ്യുന്ന പോലെ വലിയൊരു അളവ് തരത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇൻട്രോവേർട്ടുകൾ എന്താ വെച്ചാൽ അവരുടേതായ കാര്യങ്ങളിൽ ഇൻവോൾവായി ആ ഒരു രീതിയിൽ പോകുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ ഭയങ്കര സ്നേഹമൊക്കെ ഉള്ള ആളുകളൊക്കെ തന്നെയാണ്. ആളുകൾക്ക് ഒരു ശല്യവും ചെയ്യാണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കും ഇൻട്രോവേർട്ടുകൾ. ഇൻട്രോവേർട്ടുകളുടെ ഒരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ തന്നെ ഫീലിംഗ് ടൈപ്പ് ഉണ്ട്, തിങ്കിങ് ടൈപ്പ് ഉണ്ട്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. ചില ആളുകളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ആ റൂമിൻ്റെ ഉള്ളിൽ തന്നെ അവനെ കൊണ്ട് ഒന്നിനും കൊള്ളൂല, അങ്ങനെയൊക്കെ പറയുന്ന കുറേ ടീംസ് ഉണ്ട്. ഞാൻ എൻ്റെ കാര്യമില്ല പറഞ്ഞത്, പൊതുവെ ഇൻട്രോവേർട്ടുകളെ കുറിച്ച്. അതവർക്ക് വിവരമില്ലാത്തതുകൊണ്ട് പറയുന്നത്, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇപ്പോൾ എത്രയോ ഇൻട്രോവേർട്ടുകൾ, ഇപ്പോൾ എലോൺ മസ്കൊക്കെ വൻ ഇൻട്രോവേർട്ടാണ്. എലോൺ മസ്കൊക്കെ ചെറുപ്പത്തിൽ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ആളുകളെല്ലാവരെയും വിളിച്ചിട്ട് എന്ത് കഴിഞ്ഞപ്പോൾ വീട്ടിനുള്ളിരിക്കൊണ്ട് പുറത്തേക്ക് എടുത്തിട്ട് ആളുകളോട് ഫുൾ ടൈം ഫുട്ബോൾ കളിക്കാനോ അല്ലെങ്കിൽ യാത്ര ചെയ്യാനോ ഒക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഭാവി എന്താവുമായിരുന്നു. അപ്പോൾ സമ്പത്രേ ഉള്ളൂ. അവർക്ക് അവരുടേതായ താല്പര്യമുള്ള മേഖലകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരവരെ വഴിക്ക് വിടുക. പിന്നെ ഇടയ്ക്ക് അവർ ഈ ട്രിപ്പ് കൊണ്ടുപോകുന്നു, ഇതൊക്കെ നല്ലതാണ്. അല്ലെങ്കിൽ അവർ തന്നെ പറയും ഒരു ട്രിപ്പ് പോകല്ലേ എന്നൊക്കെ. പിന്നെ ഇൻട്രോവേർട്ടുകൾ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ പല ലെവൽ ഇൻട്രോവേർട്ടുകൾ ഉണ്ടാവും. ചിലർ വലിയ വൻ രീതിയിൽ ഇൻട്രോവേർട്ടുകളായിരിക്കും. അതായത് ഇൻട്രോവേർട്ട് ആവുന്നതിൻ്റെ ഒരു ഡിഗ്രി ഉണ്ടല്ലോ, ആ ഡിഗ്രി ഒരുപാട് കൂടുതൽ ആളുകളുണ്ടായിരിക്കും. അവർക്ക് കൂടുതൽ സമയം ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. ചില ആളുകൾക്ക് കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരുന്നാൽ മതി. ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. ഈ എക്സ്ട്രോവേർട്ടുകളും ചില സമയത്ത് ഒരു ഡിപ്രഷനോടൊക്കെ പോയോണ്ടിരിക്കും. ഇൻട്രോവേർട്ടുകളുടെ ഒരു സ്വഭാവം കാണിക്കലുണ്ട്. നേരെ അവർ ഇൻട്രോവേർട്ടുകളാവുമൊന്നുമില്ല. ചിലവരൊക്കെ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ENFP അവർക്ക് നല്ലൊരു തേപ്പാണ്ട് കിട്ടി വിചാരിക്കുക. അവർ പിന്നെ ആൾക്കാരായിട്ടൊന്നും കണക്ഷൻ ഇല്ലാണ്ടൊക്കെ നിങ്ങൾ ചോദിച്ചു ഞാൻ ഇൻട്രോവേർട്ടായി എന്നൊക്കെ. പൊന്നാരക്കൂട്ടം കൂടാൻ നിൽക്കരുത്.
എക്സ്ട്രോവേർട്ടറായ ഒരാൾക്ക് മുഴുവനായിട്ട് ഇൻട്രോവേർട്ട് ആവുക അങ്ങനെയൊന്നും പറ്റൂല. അതൊരു സ്റ്റേജിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതേ സാധനം ഇൻട്രോവേർട്ടുകൾക്ക് സംഭവിക്കും തിരിച്ച്. അതായത് ഇപ്പോൾ INTJ ഒരാളാണ് വിചാരിക്കുക. INTJ പറഞ്ഞാൽ നല്ല രീതിയിൽ ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളാണ്. അവർക്ക് ആളുകളെത്തൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഊർജ്ജം പോവും. അവർക്കിപ്പോൾ ഒരു വീട്ടിൽ ആരുമില്ല, അവരൊറ്റയ്ക്ക് താമസിക്കുന്നത് വിചാരിക്കുക. ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒറ്റയ്ക്കാണ് വീട്ടിലെങ്കിൽ അവർക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല ഒരു പക്ഷേ. അങ്ങനെയാണ് പൊതുവേ. എനിക്ക് INTJ ആയിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരൊരു എക്സ്പീരിയൻസ് ഒക്കെ അവർ പറയേണ്ടത് അങ്ങനെയാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒന്നും ഈ ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് ഓണത്തിന് എന്നൊക്കെ ഇവർ അച്ഛനും അമ്മയൊക്കെ പുറത്ത് ജോലി ചെയ്യുക അങ്ങനെ അവസ്ഥയിൽ എന്തെങ്കിലും ഷിബിർ വന്നിട്ട് ഇവർ എങ്ങനെ ഒന്ന് പോയി കിട്ടിയാൽ മതി എന്നൊക്കെ തോന്നുന്നു. അത് ദുഷ്ടത്തരമല്ല. ഒരു ഒറ്റയ്ക്ക് ഇരിക്കാൻ സമ്മതിക്കാണ്ട് ഒരു പ്രൈവസി കിട്ടാണ്ടൊക്കെ ആകുമ്പോഴുള്ള ഒരു പ്രശ്നങ്ങളും കൂടി ഒക്കെയാണത്. അപ്പോൾ ഞാനെന്താ പറയുന്നത്, ഈ ഇൻട്രോവേർട്ടുകൾ INTJക്കാർ ഇത്ര ഇൻട്രോവേർട്ടുകളായ ആളുകൾ അവർക്ക് ലൈഫിൽ തേപ്പ് കിട്ടുക അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇവർ വളരെ എക്സ്ട്രോവേർട്ടഡായ രീതിയിൽ കുറച്ച് കാലമൊക്കെ പെരുമാറുന്നുണ്ടായിരിക്കും. അത് ആ ഊർജ്ജം സഹിക്കാൻ പറ്റാണ്ട് നേരെ ഓപ്പോസിറ്റ് ആവുക നമ്മൾ. അപ്പോൾ അതൊക്കെ ഒരു സ്റ്റേജാണ്. ആ സിറ്റുവേഷൻസിൽ അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട് പോകുന്നതാണ്. അല്ലാണ്ട് കംപ്ലീറ്റ് ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ആവുക, എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ട് ആവുക എല്ലാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ പ്രായം കൂടി വരുന്നതിനനുസരിച്ച്, എക്സ്പീരിയൻസ്ഡ് ആവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ജോലിയുടെ ഒരു അവസ്ഥയ്ക്ക് വെച്ചിട്ട് ഇൻട്രോവേർട്ട് നേച്ചറിൻ്റെ അത് ആ ഒരു ആളുകളുടെ ഇടപഴകുന്ന ഒരു അവസ്ഥ കൂടി വരികയോ അതൊരു ബാലൻസ്ഡായ ഒരു അവസ്ഥയിലെത്താൻ അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതായിരുന്നു വെച്ചാൽ ഇടയ്ക്ക് അവരോട് സംസാരിക്കുന്ന സമയത്ത് വല്ലാണ്ട് ബഹളമൊക്കെ ഉണ്ടാക്കി ഈ ഫുൾ ടൈം അവർ വെറുപ്പിച്ചൊക്കെ നിൽക്കാണ്ടിരിക്കുക. അവർക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. ഇൻട്രോവേർട്ടുകൾക്ക് എക്സ്ട്രോവേർട്ടുകളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇൻട്രോവേർട്ടുകളെ എക്സ്ട്രോവേർട്ടുകൾക്ക് ഇഷ്ടമാവും. ഓക്കെ, സംഭവത്തിലുള്ള അവരെ കുറേയൊക്കെ അവരെ വഴിക്ക് വിടുക. അതിപ്പോൾ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് നോക്കണ്ടേ, എല്ലാവരും നമ്മൾ കുറേയൊക്കെ അവരെ വഴിക്ക് വിടുക. എല്ലാത്തിലും കയറി ഇടപെടാണ്ടിരിക്കുക. പിന്നെ നമ്മൾ സാധാരണ മനുഷ്യന്മാരുടെ അടുത്ത് ഇടപഴകണവരെ ഇടപഴകിയാൽ മതി. അവർക്ക് ചില സാധനങ്ങൾ ഇപ്പോൾ ഇഷ്ടമായില്ലെങ്കിൽ അവരിഷ്ടമായില്ലെന്ന് തന്നെ പറയും. ചില ആളുകളത് വളരെ മൃദുവായിട്ടാവും അവതരിപ്പിക്കേണ്ടാവുക. ചില ആളുകളത് ഓപ്പണായിട്ട് മുഖത്ത് നോക്കിയിട്ട് തന്നെ പറയും എനിക്കിഷ്ടമായില്ല, എന്തോ LKG കാണിക്കണമെന്നൊക്കെ പറയേണ്ടി. മനുഷ്യരല്ലേ ഇങ്ങനെയൊക്കെ. പിന്നെ ഇൻട്രോവേർട്ടുകൾ കല്യാണം കഴിച്ച ലൈഫ് മൊത്തം കഴിയുന്നു പോകും. അവരിങ്ങനെ മുണ്ടാണ്ട് വീട്ടിലിരിക്കണവരല്ലേ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അവർക്ക് അവരുടേതായ ജോലി ഉണ്ടായിരിക്കും, അവർക്ക് അവരുടേതായ ഇഷ്ടപ്പെട്ട കംഫർട്ടബിളായ മേഖലകൾ ഉണ്ടാകുന്ന എത്രയോ ഇൻട്രോവേർട്ടുകളായ ആളുകൾ ബിസിനസ് ചെയ്യുന്നുണ്ട്, അധ്യാപകരായിട്ടുണ്ട്, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വ്ളോഗേഴ്സ് ആയിട്ടുണ്ട്, ഹൈലി സക്സസ്ഫുള്ളായ യൂട്യൂബ് ചാനൽസ് ഉണ്ട്, അതേപോലെ ഓൺട്രപ്രണേഴ്സ് ഉണ്ട്, അതേപോലെ റെസ്റ്റോറൻറ്റ് മാനേജ് ചെയ്യുന്ന ആളുകളുണ്ട്, ആർട്ടിസ്റ്റുകളുണ്ട്, എല്ലാ മേഖലയിലും ഇൻട്രോവേർട്ടുകളുണ്ട്. അപ്പോൾ ഇൻട്രോവേർട്ടുകളാവുക എന്ന് പറഞ്ഞാൽ എന്തോ വലിയ മോശം പരിപാടി എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ആളുകൾ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിവരക്കേടാണെന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ ഇമാതിരി പരിപാടികളൊക്കെ കാണുമ്പോൾ ഇൻട്രോവേർട്ടുകളെക്കുറിച്ച് ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് പ്രത്യേകിച്ച് മലയാളികളാണ് വീഡിയോസ് കാണേണ്ടത്. അതായത് പ്ലീസ് ട്രൈ ടു ഗ്രോ അപ്പ്. അപ്പോൾ ഇവിടെ ഇൻട്രോവേർട്ടുകൾക്ക് ജീവിക്കാണ്ട് ഇതെന്താ എക്സ്ട്രോവേർട്ടുകളുടെ ലോകം. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവം. ഇൻട്രോവേർട്ടുകളാവുക എന്ന് പറഞ്ഞ ഒരു അസുഖമല്ല, ദയവ് ഇതങ്ങനെ വിചാരിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളും വിചാരിക്കും ഇങ്ങനെ. ഇപ്പോൾ ഞങ്ങൾ വിചാരിക്കണം ഫോർ എക്സാമ്പിൾ എന്താ ഈ എക്സ്ട്രോവേർട്ടുകൾ നാറികൾ ഇങ്ങനെയെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഈ എക്സ്ട്രോവേർട്ടുകളാവുക എന്ന് പറഞ്ഞാൽ എന്തോ അസുഖമുള്ള ആളുകൾ ഞങ്ങൾ വിചാരിച്ചുള്ള അവസ്ഥ എന്താ? അപ്പോൾ എക്സ്ട്രോവേർട്ടുകളുടെ ലോകം ഞങ്ങളുടെ ലോകം. ഇൻട്രോവേർട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അതർ പേഴ്സൺസാണ്. അവർക്ക് എന്തോ പ്രശ്നമുണ്ട് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പല്ല് തച്ച് വയ്ക്കും, അത്രയേ ഉള്ളൂ, വേറെ ഇപ്പോൾ കാര്യമൊന്നുമില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരെയും മനുഷ്യരായിട്ട് കാണാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ പറയുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള സാധനം ഇൻട്രോവേർട്ടുകളും എക്സ്ട്രോവേർട്ടും ഇതിൻ്റെ ഇടയിൽ ആംബിവേർട്ടായിട്ടുള്ള ആളുകളുണ്ട്. അതായത് ഇൻട്രോവേർട്ടുകളുടെ സ്വഭാവം ഉണ്ടാവും, എക്സ്ട്രോവേർട്ടുകളുടെ സ്വഭാവം ഉണ്ടാവും. ചിലപ്പോൾ ഇവർ ഇൻട്രോവേർട്ട് തന്നെ ആയിരിക്കും. ഇപ്പോൾ INFJ എന്ന് പറഞ്ഞാൽ ഒരു ആംബിവേർട്ട് ടൈപ്പുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഞാൻ INFJ ആണ്. INFJ INFPകളൊക്കെ ഏകദേശം ആ ഒരു കോലത്തിലുള്ള ആളുകളാണ് പലരും. അതായത് ഇപ്പോൾ INTJ പറഞ്ഞ ഇൻട്രോവേർട്ട് ഒരുപാട് ഇൻട്രോവേർട്ടറായ ആളുകളാണ് INTJ ടൈപ്പ് ആളുകളൊക്കെ. അത് കുറച്ച് ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ലെവലിലുള്ള ആളുകളാണ് ഈ പറയുന്ന INFJ ടൈപ്പുള്ള ആളുകൾ. പിന്നെ ENFP എക്സ്ട്രോവേർട്ടറാണെങ്കിലും ചില സമയത്ത് വളരെ ഇൻട്രോവേർട്ടറായിട്ടുള്ള ഒരു ടൈപ്പുള്ള ആളുകളൊക്കെ ആയിരിക്കും പലരും. അപ്പോൾ ഇങ്ങനെയൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അത്രയുള്ളൂ. പിന്നെ ഇത് പേഴ്സൺ ടു പേഴ്സൺ വ്യക്തികൾക്കനുസരിച്ച് ഇതിലൊക്കെ ചെറിയ അങ്ങോട്ടൊക്കെ ഈ ഡിഗ്രിയിലൊക്കെ വ്യത്യാസമൊക്കെ വരുന്നുണ്ടായിരിക്കും. എക്സ്പീരിയൻസിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരാൾ നല്ലൊരു തേപ്പ് കിട്ടിയ പെരുമാറുന്ന പോലെയല്ല അയാൾ അത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് പെരുമാറുക. പിന്നെ ഒരാൾ ലൈഫിൽ ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് ലൈഫ് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ പെരുമാറുന്ന രീതിയിലായിരിക്കില്ല അയാൾ ഇങ്ങനെ തുള്ളിക്കളിച്ച് നടക്കുന്ന ഒരു സ്റ്റേജിൽ, എക്സൈറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു സ്റ്റേജിൽ. അപ്പോൾ ഇതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. എന്തായാലും ചില ബേസിക്കായ ചില സാധനങ്ങളിൽ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. അതങ്ങനെയായിരിക്കും. അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരാളെ ഒരു ഇൻട്രോവേർട്ടിനെ കംപ്ലീറ്റ്ലി എക്സ്ട്രോവേർട്ട് ആക്കാമെന്ന് വിചാരിച്ച ഒരു കാര്യമില്ല, നടക്കില്ല.
ഒരു എക്സ്ട്രോവേർട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് ഇൻട്രോവേർട്ട് ആക്കുന്ന ആരും വിചാരിച്ചിട്ട് കയറില്ല, നടക്കില്ല. നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുന്നുണ്ടായിരിക്കും. സോഷ്യൽ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് ഇപ്പോൾ ഇൻട്രോവേർട്ടുകൾക്ക് സോഷ്യൽ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്ത ആളുകളുടെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ യൂട്യൂബ് ഈ ഒരു ചാനൽ തുടങ്ങാനുള്ള മെയിൻ കാരണങ്ങളിലൊന്ന് ഈ ക്യാമറയിൽ നോക്കി സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടാക്കാനാണ്. എനിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാൻ പലപ്പോഴും ക്യാമറയിൽ നോക്കില്ല. അതുപോലെ ഞാൻ നെർവസ് ആവും, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെറുപ്പത്തിൽ പ്രസംഗ മത്സരങ്ങൾക്കും അല്ലെങ്കിൽ അതെല്ലാം ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാലം 8-9 വർഷക്കാലം നമ്മൾ പഠിപ്പിക്കണ പരിപാടിയാണ് മാഷായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ അത്ര ഇൻട്രോവേർട്ടഡായ ഞാൻ കുറച്ച് എക്സ്ട്രോവേർട്ടഡായ രീതിയിൽ മാറാൻ വേണ്ടിയിട്ടും പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്, ആളുകളെ ഇടപഴകുന്ന സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതേപോലെ എക്സ്ട്രോവേർട്ടുകൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പറവറാന്ന് നടക്കുന്ന ആളുകളാണെങ്കിൽ കുറച്ച് സമാധാനത്തോടെ ഇരിക്കാനുള്ള സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാം. എന്തെങ്കിലും എഴുതാം, സിനിമകൾ കാണാം ഓരോരുത്തർ ഇരുന്നിട്ട് സമാധാനത്തോടെ ഇരുന്നിട്ട്. അതേപോലെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഓരോരുത്തർ ഇരുന്നിട്ട് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ചെയ്യാം. അതേപോലെ ഒരു സമാധാനം കിട്ടുന്ന കുറച്ച് ഗാർഡനിങ് ചെയ്യാം. അതേപോലെ അതാണ് ഇൻട്രോവേർട്ടുകൾക്ക് എക്സ്ട്രോവേർട്ടുകളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാം. അതേപോലെ എക്സ്ട്രോവേർട്ടുകൾക്ക് ഇൻട്രോവേർട്ടുകളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു ബാലൻസ്ഡ് ആയ ഒരു അവസ്ഥയിലേക്ക് കുറേ എത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് പ്രായം കൂടുന്നതിനനുസരിച്ച്, എക്സ്പീരിയൻസ്ഡ് ആകുന്നതിനനുസരിച്ചിട്ടോ, നമ്മുടെ എക്സ്പോഷർ മാറുന്നതിനനുസരിച്ചിട്ടോ, നമ്മുടെ എക്സ്പീരിയൻസുകൾ മാറുന്നതിനനുസരിച്ചിട്ടോ ഒക്കെ മാറ്റം വരുന്നുണ്ടായിരിക്കാം. ലൈഫല്ലേ, ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ദയവേത് ഇൻട്രോവേർട്ടുകളെ നിങ്ങളിങ്ങനെ മാർജിനലൈസ് ചെയ്യാണ്ടിരിക്കുക, വളരെ മോശമാണിത്. എത്രയോ വിവരം കെട്ട പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് അതിലിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇൻട്രോവേർട്ടുകളെ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇവർക്ക് വേണ്ടത് കലിപ്പന്മാർ, ഏട്ടായി ഇതാ വിരുന്നടി, അങ്ങനെയുള്ള ആളുകളെയാണ് ഞങ്ങൾ വേണ്ടത്. നാറിയോള്, ഇവരെ കെട്ട ജന്തുക്കൾ, വേറൊന്നും ഇപ്പോൾ അതിൽ പറയില്ല. എന്നാൽ ചില ആണുങ്ങൾ അതിൽ പറയുന്നുണ്ടായിരുന്നു, ഇൻട്രോവേർട്ട് കിട്ടില്ല, എക്സ്ട്രോവേർട്ട് മതി. അപ്പോൾ ഈ പറഞ്ഞ മാതിരി അഭിപ്രായം കാണിച്ച് കൊണ്ട് പല്ല് വിളിച്ച് വേറെ എക്സ്ട്രോവേർട്ട് പെണ്ണുങ്ങളെയാണ് നിങ്ങൾക്ക് വേണ്ടത്. എന്തായാലും സംഭവം ആയിക്കോട്ടെ, എല്ലാവരും അടിപൊളിയാണ് അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ എല്ലാവരും മോശമായിട്ട് എടുക്കുക. ഇത് സംഭവം എത്ര വന്ന് എല്ലാവരിലും ഈ പോസിറ്റീവ്, നെഗറ്റീവ്, പ്ലസ് പോയിൻറ്റ്, വീക്ക്നെസ്സുകളും ഒക്കെ ഉണ്ടായിരിക്കും. ചൊറിയാൻ നിന്നുണ്ടെങ്കിൽ മാന്തി കയറും, അത്രയേ ഉള്ളൂ സംഭവം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇൻട്രോവേർട്ടുകൾ കളിക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിച്ച് വെക്കുക. അവർ നിങ്ങളെ ശല്യം ചെയ്യാനൊന്നും നിൽക്കില്ല. അവർ വളരെ അവരുടേതായ കാര്യങ്ങളൊക്കെ പാഷനേറ്റായി നിങ്ങളെപ്പോലുള്ള ആളുകൾ തന്നെയാണ് അവർക്ക് ഈ പറഞ്ഞ മാതിരി വെറുതെ ബഹളം കാണിച്ച് നടക്കുന്നതിന് താല്പര്യമില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അവർ അത്ര കംഫർട്ടബിൾ അല്ല. അപ്പോൾ രീതിയിലുള്ള ആളുകളാണ്. അപ്പോൾ അവരെ വൈക്കൂടെ. താങ്ക് യു.